മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധത്തോടുകൂടെ ഇസ്രയേൽ അപ്രത്യക്ഷമാകുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ സൈനിക ജനറൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇസ്രയേൽ ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെയും അതുപോലെ തന്നെ യൂറോപ്പിനെയും വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന്റെ അനന്തരഫലം ഇസ്രയേൽ ഇല്ലാതാകലിലേക്ക് എത്തിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കക്ക് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്രയേലിന് യുദ്ധം ചെയ്യാനുള്ള ലോജിസ്റ്റിക് സഹായമെങ്കിലും യൂറോപ്പ് നൽകുകയാണ് എങ്കിൽ യൂറോപ്പിലുള്ള അമേരിക്കയുടെ സകല ബേസുകളും ഞങ്ങൾ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഈ ഇറാനെതിരെയുള്ള യുദ്ധത്തിലേക്ക് യൂറോപ്പിനെ കൊണ്ടെത്തിക്കും. മാത്രമല്ല, അപ്പുറത്ത് യൂറോപ്പ് റഷ്യക്കെതിരെ ഉക്രൈനിൽ സഹായം നൽകുന്നത് കൊണ്ട് തന്നെ ഏത് സമയത്തും യൂറോപ്പുമായിട്ടുള്ള ഒരു സംഘട്ടനം, ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഈ റഷ്യയുമായി നിലനിൽക്കുകയാണ്. ഇവിടെ റഷ്യയും അതുപോലെ തന്നെ ഇറാനും ചേർന്ന് യൂറോപ്പിനെതിരെയുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും. എന്നാൽ ആ ഒരു യുദ്ധത്തോടുകൂടെ ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യുദ്ധത്തിൽ തീർച്ചയായും യൂറോപ്പിനെതിരെയുള്ള ഏതൊരു നീക്കം ഇറാൻ നടത്തുകയാണെങ്കിലും അതിന് പൂർണ്ണമായ പിന്തുണ റഷ്യയുടെ ഭാഗത്തുണ്ടാകും. മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഒരു പക്ഷേ ചൈനയും വരാനുള്ള സാധ്യതയുണ്ട്. ചൈനയും അതുപോലെ റഷ്യയും ആണവ ശക്തിയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന്, ഇസ്രയേൽ ഒരു ആണവ ശക്തിയാണ് എന്നാണ്. പരസ്യമായി അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആണവായുധം ഉണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ ആണവ ശക്തിയേക്കാൾ അതിശക്തമാണ് റഷ്യയുടെ ആണവ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ കൂടെ റഷ്യയും കടന്നു വരുന്ന യൂറോപ്പിനെതിരെയുള്ള ഒരു യുദ്ധം വരികയാണെങ്കിൽ ലോകത്തെ വലിയ ആണവ ശക്തി ഇസ്രയേലിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അതിന്റെ മറ്റൊരു ചിത്രം ചൈനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇസ്രയേലിന്റെ ദുരന്തമായിരിക്കും, ഇസ്രയേലിനെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രയേൽ ഇപ്പോൾ സിറിയയിൽ തുർക്കിക്കെതിരെ സംഘടനത്തിന് ഒരുങ്ങുകയാണ്. സിറിയയിലുള്ള ഇദ്ലിബ് എന്നറിയപ്പെടുന്ന സ്ഥലം, അതായത് തുർക്കിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലത്താണ് ഇദ്ലിബിലുള്ള ഒരു എയർപോർട്ടിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്, ബേസിൽ. അതിന് പ്രധാന കാരണം പറയുന്നത് തുർക്കിക്ക് സിറിയ അവിടെ സൈനിക സംവിധാനങ്ങൾക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവിടെ തുർക്കി കൂടുതൽ സൈനികപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇസ്രയേലിന്റെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ഭീഷണി ഏതർത്ഥത്തിലും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. തുർക്കിയും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിൽ സിറിയയിൽ ഒരു ശക്തമായ സംഘട്ടനത്തിന്റെ സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്.